തമിഴ്നാട് മലക്കപ്പാറയിൽ ഷോളയാർ ഡാം പരിസരത്ത് വയോധികയെ പുലി ആക്രമിച്ചു കൊന്നു. അണക്കെട്ടിന് സമീപം താമസിക്കുന്ന ഇന്നിസെ അമ്മാളാണ് മരിച്ചത്. ശനിയാഴ്ച വൈകുന്നേരം മുതൽ സമയം കാണാതായിരുന്നു. തുടർന്ന് നടത്തിയ തിരച്ചിൽ ഇന്ന് രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. എന്തായാലും പുലിയുടെ ആക്രമണത്തിലാണ് ഇവർ മരിച്ചത്. വനപാലകരും പോലീസും ഒക്കെ സ്ഥലത്തെത്തി തുടർ നടപടികളൊക്കെ സ്വീകരിച്ച് വരികയാണ്. വിവരങ്ങളുമായി അനീഷ് ആന്റണിയാണ് ചേരുന്നത്. അനീഷ്, എപ്പോഴാണ് ഈ ഒരു മൃതദേഹം കണ്ടെത്തുന്നത്? പുലി ആക്രമിച്ചതാണ് എന്ന് തന്നെയാണോ സ്ഥിരീകരണം? വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, ഇന്ന് രാവിലെയാണ് ഇന്നസെ അമ്മാൾ 76 വയസ്സുള്ള വയോധികയുടെ മൃതദേഹം കണ്ടെത്തിയത്. അതും പാതി ഭക്ഷിച്ച നിലയിലാണ്. പുലി മൃതദേഹത്തിന്റെ പാതി ഭക്ഷിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തുന്നത്. ഇന്നലെ വൈകിട്ട് മുതലാണ് ഇന്നസെ അമ്മാളിനെ കാണാതാവുന്നത്. മകനും ഈ ഇന്നസെ അമ്മാളും മാത്രമാണ് വീട്ടിൽ താമസിച്ചു വരുന്നത്. മകൻ ജോലിക്ക് പോയി തിരികെ എത്തിയപ്പോൾ അമ്മയെ കാണാനില്ലായിരുന്നു. തുടർന്ന് ഇന്നലെ രാത്രി ഒക്കെ വ്യാപകമായ പ്രദേശത്തൊക്കെ തിരച്ചിൽ നടത്തി. പക്ഷേ അമ്മയെ കണ്ടെത്താനായില്ല. തുടർന്ന് രാവിലെ വീടിനോട് സമീപത്തുള്ള ഒരു കാനയിലാണ് ഇത്തരത്തിൽ പാതി ഭക്ഷിച്ച നിലയിൽ ഇന്നസെ അമ്മാളുടെ മൃതദേഹം കണ്ടെത്തിയത്. പിന്നീട് വനംവകുപ്പിനെയും പോലീസിനെയും ഒക്കെ വിവരം അറിയിച്ചു. തമിഴ്നാട്ടിലാണ് സംഭവം നടക്കുന്നത്. തമിഴ്നാട് ഷോളയാർ ഡാം പരിസരത്താണ് ഇവർ താമസിച്ചിരുന്നത്. വനപാലകരെത്തി പരിശോധിച്ചതിൽ നിന്നും പ്രാഥമികമായി പുലി പിടികൂടിയതാണെന്നുള്ള ഒരു സ്ഥിരീകരണം വന്നിട്ടുണ്ട്. എന്തായാലും മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ തമിഴ്നാട്ടിലേക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഈ മേഖലയിൽ നിരന്തരം പുലി ആക്രമണമുള്ളൊരു പ്രദേശമാണ്. നമ്മൾ തന്നെ ഒരുപാട് തവണ ഇത്തരത്തിൽ പുലി ആക്രമണത്തിന്റെ വാർത്തകളൊക്കെ നൽകിയിരുന്നു. ഈ പ്രദേശം തോട്ടം തൊഴിലാളികൾ നിറയെ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്. നിറയെ തേയിലത്തോട്ടമൊക്കെ ഉള്ള സ്ഥലമാണ്. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മക്കളെ 5ഉം 6ഉം വയസ്സുള്ള പിഞ്ചു മക്കളെയൊക്കെ നേരത്തെ സമാന രീതിയിൽ പുലി പിടികൂടിയിരുന്നു. സമാന രീതിയിൽ തന്നെ പാതി ഭക്ഷിച്ച നിലയിലൊക്കെ അന്ന് ആ കുട്ടികളുടെ മൃതദേഹമൊക്കെ കണ്ടെത്തിയിരുന്നു. അതിൽ അത്തരം സംഭവത്തിന്റെ തനിയാവർത്തനമാണ് ഇന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. മൃതദേഹം പാതി ഭക്ഷിച്ച നിലയിൽ തന്നെയാണ് ഇന്നസെ അമ്മാളുടെ മൃതദേഹവും കണ്ടെത്തിയത്. എന്തായാലും അന്ന് ഒരു സമാന രീതിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മകളെ പുലി കൊലപ്പെടുത്തിയ സംഭവം ഉണ്ടായതിനു ശേഷം അന്ന് തമിഴ്നാട് വനംവകുപ്പ് അവിടെ കെടിവെച്ച് ഒരു പുലിയൊക്കെ പിടികൂടിയത്. പക്ഷെ അതിലൊന്നും ഈ തരത്തിലുള്ള പുലിയുടെ ആക്രമണം അവസാനിക്കുന്ന ഒരു സാഹചര്യമല്ല. കാരണം നിരവധി പുലികളുള്ള ഒരു പ്രദേശമാണ്. പുലിയും കരടിയും ഒക്കെ കാട്ടാനയുടെ ഉൾപ്പെടെ ആക്രമണമുള്ള ഒരു പ്രദേശമാണ് ഈ മലക്കപ്പാറ, വാൽപ്പാറ എന്ന് പറയുന്ന ആ പ്രദേശമൊക്കെ. അത്തരത്തിൽ ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഇന്ന് ഇന്നസെ അമ്മാളുടെ മരണത്തോടെ സംഭവിച്ചുള്ളത്. എന്തായാലും ആ മേഖലയിൽ നേരത്തെയും വനംവകുപ്പ്, തമിഴ്നാട് വനംവകുപ്പിനൊക്കെ എതിരെ പ്രദേശവാസികളുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ നടന്നിരുന്നു. കാട്ടാന ആക്രമണം, അവരുടെ താടികൾക്കും കോട്ടേഴ്സുകൾക്കും സമീപം കാട്ടാനെത്തുകയും ആക്രമണം ഉണ്ടാക്കുകയൊക്കെ ചെയ്ത സമയത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ തമിഴ്നാട് വനംവകുപ്പിന് നേരെ ഒക്കെ ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷേ ശാശ്വതമായൊരു പരിഹാരം ഇപ്പോഴും ഈ പുലി ഈ ഭീതിയിൽ നിന്ന് അവർക്ക് മോചിതരാക്കാനുള്ള ഒരു സംഭവം ഇതുവരെയും തമിഴ്നാട് വനംവകുപ്പിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വ്യക്തമാക്കുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഇന്ന് ഇത്തരത്തിൽ ഇന്നസെ അമ്മാളുടെ മരണത്തോടെ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്നസെ അമ്മാളുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ മാറ്റിയിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അരുണിമ. ശരി, വ്യക്തമാണ്. എന്തായാലും ഷോളയാർ ഡാം പരിസരത്ത് വയോധികയെ പുലി ആക്രമിച്ചു കൊന്നു എന്ന വിവരം തന്നെയാണ് ലഭിക്കുന്നത്. അണക്കെട്ടിന് സമീപം താമസിക്കുന്ന ഈസമ്മയാണ് മരിച്ചത്. ഇത് പുലിയുടെ ആക്രമണത്തിൽ തന്നെയാണ് ഇവർ മരിച്ചതെന്ന് തന്നെയാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. എന്തായാലും ഓടയിൽ പാതി ഭക്ഷിച്ച നിലയിലായിരുന്നു ഇവരുടെ മൃതദേഹം കണ്ടെത്തിയത്. എന്തായാലും വനപാലകരും പോലീസും ഒക്കെ സ്ഥലത്തെത്തി തുടർ നടപടികളൊക്കെ സ്വീകരിച്ചു വരികയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് അനീഷ് ആന്റണിയാണ്.